എന്തുകൊണ്ടാണ് ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ബ്രേക്കപ്പുകൾ എന്ന് പറയുമ്പോൾ വ്യക്തിബന്ധങ്ങളാകാം, പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ആവാം, ഒരു വ്യക്തിയും ഒരു കമ്പനിയും തമ്മിലുള്ള ബന്ധങ്ങളാകാം. എന്തു തന്നെ ആയാലും ഇവയിൽ വിള്ളൽ വീഴാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോർ വാല്യൂസ് തമ്മിലുള്ള മിസ്മാച്ചാണ്. എന്താണ് ഈ കോർ വാല്യൂസ് എന്ന് പറയുന്നത്? കോർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. കോർ വാല്യൂസിനെ അനുസരിച്ചിട്ടാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കോർ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു കൊളീഗും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തൂടെ ബൈക്കിൽ പോവുകയാണെന്ന് വെച്ചോളൂ. റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ആക്സിഡൻറ്റ് കാണുമ്പോൾ നിങ്ങൾ പറയാണ്, എടാ നമുക്ക് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാം, ഇയാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പറയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, എടാ അത് വേണ്ട, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇറങ്ങിയാൽ ഈ സമയം നമുക്ക് നഷ്ടമാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ കേസ് വള്ളി അങ്ങനെ ആവും, അപ്പോൾ നമുക്കത് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിന് താല്പര്യമില്ലാത്ത കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരുന്നു. ഈ വ്യക്തിയുമായി നിങ്ങൾ എത്ര കാലം അടുത്ത ഒരു ബന്ധം പുലർത്തും? നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം എമ്പതി എന്ന് പറയുന്ന ഒരു കോർ വാല്യൂ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇതുപോലെ എന്ത് തന്നെ ആവാം. നമുക്കിപ്പോൾ ഇതൊന്നും എഴുതി വയ്ക്കപ്പെട്ട കോർ വാല്യൂസ് ആവണമെന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി ഒരു കോർ വാല്യൂ ആണ്, നേരത്തെ പറഞ്ഞ എമ്പതി ഒരു കോർ വാല്യൂ ആണ്, ഫ്ലെക്സിബിലിറ്റി ഒരു കോർ വാല്യൂ ആണ്, സിൻസിയറിറ്റി ഒരു കോർ വാല്യൂ ആണ്, ഓതൻറ്റിസിറ്റി ഒരു കോർ വാല്യൂ ആണ്, കോച്ചബിലിറ്റി ഒരു കോർ വാല്യൂ ആണ്. നമുക്കിപ്പോൾ എന്ത് തന്നെ ആവാം, ഇങ്ങനെ ഒരുപാട് കോർ വാല്യൂസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സിറ്റുവേഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ കോർ വാല്യൂസ് തമ്മിൽ മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ ആ രണ്ട് ബന്ധങ്ങൾ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കില്ല. അത് ബ്രേക്കപ്പ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും വളരെ കാലമായി നിൽക്കുന്ന ഒരു സർക്കിൾ ഓഫ് ആൾക്കാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ കോർ വാല്യൂസ് ഒരുപോലെ ആയിരിക്കും. ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കോർ വാല്യൂസ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലാത്ത ആൾക്കാരുമായി നിങ്ങൾ ഇനി എങ്ങനെ തലകുത്തി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല.